കുറേ ഫിഷസും നീരാളി ഷാർക്കും എല്ലാം കാണുമായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുവാണ്. ഇത് ആക്ച്വലി ഒരു മ്യൂസിയം ആണ്. അപ്പോൾ ഇത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൈഡ് ചേട്ടൻ അവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും നമ്മൾ ഫുള്ള് കണ്ടിട്ട് പോകും. അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറിയാലോ? ഇതാണ് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത വാൻ. പട്ടായ സിറ്റിയുടെ ഒരു റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഡ്രൈവർക്കും ഗൈഡ് സൈഡ് നമുക്ക് ടിക്കറ്റ് എല്ലാം എടുത്ത് തന്നിരിക്കുവാണ്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ അണ്ടർ വാട്ടർ വേൾഡിന്റെ ടിക്കറ്റ്. അപ്പൊ നമ്മൾ എല്ലാരും അണ്ടർ വാട്ടർ വേൾഡിലേക്ക് കേറാൻ പോവാണ്. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എൻ്റർ ആയിട്ടുണ്ട്. ഇവിടെ കയറി വരുമ്പോഴേ കോയിൽ ഫിഷിനെ കാണാം, പിന്നെ പല ഫിഷുകളെ കാണാം. നമ്മളിനി ഇറങ്ങി പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ വാലെന്ത് നീളമുള്ളത്. ഇത് ഇഗ്വാനയാണ് കേട്ടോ. രണ്ടെണ്ണം ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട്. ഫിഷുകളുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇത് കണ്ടോ നല്ല വെളുത്ത മീനുകൾ. അച്ഛനൊക്കെ ഇവരെ തൊട്ടുവാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഓറഞ്ച് ഫിഷുകളാ. ഇതിനകത്തൊരു മുട്ടനാമയുണ്ട് കേട്ടോ. അതെന്റെ നേരെ വരുവാണ്. നല്ല ക്യൂട്ടാണ്. എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഭയങ്കര എല്ലാം കാണാൻ പറ്റും. ഫ്രണ്ട്സ് നമ്മളിപ്പോ ഒരു ഗുഹ പോലെ സാധനത്തിനകത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറെ ഫിഷ് ടാങ്ക്സ് ഉണ്ട്. പിന്നെ അവിടെ മുകളിലും ഉണ്ടായിരുന്നു കേട്ടോ. അതേ അത് നോക്കൊരു വെള്ള ഫിഷിനെ കണ്ടോ. എല്ലാ ഫിഷും ഭയങ്കര ക്യൂട്ടാ. എനിക്ക് ഈ ടാങ്കിൽ ഒരു സ്റ്റാർ ഫിഷിനെ കാണണോ. ദേ ഇതിലൊരു സ്റ്റാർ ഫിഷ് ഒട്ടി ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് വേറെ ഒരു മീനാണ്. ഇതൊക്കെ പമ്മി ഇരിക്കുവാണ് കേട്ടോ. ഫ്രണ്ട്സ് നമ്മളിപ്പോ ഒരു അണ്ടർ വാട്ടർ ടണലിലാണ്. ഇതിന്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിംഗ്റേ, അതായത് തെരണ്ടി പോകുന്ന കണ്ടോ. നല്ല രസമുണ്ട്. നമ്മളന്ന് ചെന്നൈയിലെ ഒരു ദാക്കറുതി പോയില്ലായിരുന്നോ, അതുപോലെ തന്നെയാണ് ഇവിടെ. എന്ത് അടിപൊളിയാണ്. ഒരു ഗുഹ പോലെയാണ് കേട്ടോ. നമ്മൾ അവിടെ ഒരെണ്ണം കണ്ടില്ലേ, അതുപോലെ തന്നെ മുകളിൽ ഇങ്ങനെ ഫുൾ ഫിഷും ആയിട്ടാണ് കേട്ടോ ഇത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സെക്കൻഡ് സോണിലോട്ട് പോവാണ്. ഷാർക്ക് സോണിലോട്ട് നമ്മൾ പോകാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടു തന്നെയാണ് കേട്ടോ. ഈ മീനെ കണ്ടോ, ഇതെന്ത് വലിയ മീനാന്ന് നോക്കിയേ. ഇതുപോലത്തെ കുറേ ഉണ്ട്. അവിടെ ഒരെണ്ണം
ഇത് അതിൽ നിന്നും രണ്ടാമത്തെ അണ്ടർ വാട്ടർ ആണ്. ഇത് കാണാൻ അടിപൊളിയാണ് കേട്ടോ. ആ വലിയ മീനെ കണ്ടോ? ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇവിടെ കുറേ വലിയ മീനുകളുണ്ട് കേട്ടോ. ഈ മീനെ കണ്ടോ? ഇത് ഭയങ്കര വലുതാണ്. തത്തച്ചിയൊക്കെ ഇതിനെ കണ്ട് ഷോക്കായി നിൽക്കുവാണ്. ഈ മീന് നല്ല പുള്ളിയുള്ള മീനാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ മീനെ കാണുന്നത്. ഇത് കണ്ടോ, ഒരു തടിച്ച മീനാണ് കേട്ടോ. ഇത് നല്ല രസമാണ് ഇതിനെയൊക്കെ കാണാൻ. ഇതിന്റെ വാലൊക്കെ കണ്ടില്ലേ? അതിന്റെ വാ തുറന്നാട്ടോ ഇരിക്കുന്നത്. അതിന്റെ മുഖം കണ്ടോ? ഭയങ്കര വലുതാ. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഷാർക്കും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരെണ്ണം പോകുന്ന കണ്ടോ? ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇതൊരു ചിരിക്കുന്ന തെരണ്ടിയാണ് കേട്ടോ. അതിന്റെ മുഖത്തോട്ട് നോക്കിക്കേ. തെരണ്ടി ഇപ്പൊ ചേച്ചിയുടെ തലയുടെ മുകളിൽ കൂടെ പോവാണ് കേട്ടോ. ഇവിടെ ഇതുപോലത്തെ പല ടൈപ്പ് ഉണ്ട്. ഇത് ഭയങ്കര വലുതാണ് കേട്ടോ. അതിന് ഭയങ്കര നീളമുള്ള വാല. ഇത് കൊറേ എണ്ണം ഉണ്ട്. ഇത് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ. കൊറേ ഇത്രയും വലിയ തെരണ്ടി. ഇത് കണ്ടോ? ഇത് വേറെ ടൈപ്പ് മീനാണ്. നമ്മൾ നേരത്തെ കണ്ടതല്ല കേട്ടോ. നമ്മള് നേരത്തെ കണ്ട ആ തെരണ്ടി വീണ്ടും മുകളിൽ കൂടെ പോവാണേ. അപ്പം ഞങ്ങളുടെ അണ്ടർ വാട്ടർ വേൾഡ് പട്ടായയിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് പട്ടായയിലെ പുതിയ കാഴ്ചകളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലോട്ട് പോവാണ്. ഗോൾഡൻ ബീച്ച് എന്നാണ് അതിൻ്റെ പേര്. അത് പട്ടായയിൽ തന്നെയാണ്. നമ്മൾ 3 ദിവസം ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിക്കുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇരുട്ടാവും. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ എടുക്കാൻ പറ്റൂല. പക്ഷെ റൂം ടൂർ ചെയ്യും കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ഹോട്ടലിൽ എത്തി. ഇരുട്ടായതുകൊണ്ട് ഫ്രണ്ട് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് രാത്രിയായി. ഇപ്പൊ ഞങ്ങളിവിടെ റൂമൊക്കെ എടുത്ത് ഞങ്ങളുടെ ഗോൾഡൻ ബീച്ച് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. അടിപൊളി ഹോട്ടലാണിത്. അപ്പൊ നിങ്ങൾക്കൊരു റൂം ടൂർ കാണാമല്ലോ. അപ്പൊ ആദ്യം തന്നെ വരുമ്പോ ഇവിടെ ഡോറുണ്ട്. പിന്നെ ഇവിടെ ഒരു ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ലഗേജ് ഒക്കെ വെക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ കോഫി മഗ് ഉണ്ട്. പിന്നെ ടീ പാക്കറ്റ്സ് ഉണ്ട്. അതുപോലെ ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ട്, ഗ്ലാസ് ഉണ്ട്. പിന്നെ മീൻപാട് ഫ്രിഡ്ജ് ഉണ്ട്, മിനി ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതിൻ്റെ ഇവിടെ ആയിട്ട് ബാത്റൂമും ഉണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വലിയ ഏരിയയിൽ ഒരു അടിപൊളി ബെഡാണ് കേട്ടോ. അതിൻ്റെ 2 സൈഡിലുമായിട്ട് ടേബിൾസ് ഉണ്ട്, ഫോണുണ്ട്, റൂം സർവീസ് വേണമെങ്കിൽ റൂം സർവീസ് വിളിക്കാം. ഒരു മിറർ ഉണ്ട്, ഡ്രോസ് ഉണ്ട്, പിന്നെ ഒരു ചെയർ ഉണ്ട്. പിന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ബാഗ്, ലഗേജ് ഇഷ്ടമുള്ള എന്തെങ്കിലും വെക്കാം. പിന്നെ ചായ ഉണ്ടാക്കാൻ വേണ്ടി കെറ്റിലുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമുക്കൊരു TV ഉണ്ട്. പിന്നെ 2 ചെയേഴ്സും നടുക്കായിട്ട് ഒരു കസേരയുണ്ട്. പിന്നെ ദ മെയിൻ പാർട്ടാണ് കാണിക്കാൻ പോകുന്നത്, ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ. ഇവിടെ ഗ്ലാസ് മാറ്റാൻ പറ്റുന്ന ഗ്ലാസ്
കട്ടനൊക്കെ ഉണ്ട്. പിന്നെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് മാർക്കറ്റിന്റെ ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റും. മാർക്കറ്റ് കാണത്തില്ല, എന്നാലും ഫുൾ ലൈറ്റ് ഇട്ട് വൈബിലാണ് കേട്ടോ ഇപ്പൊ ഇവിടെ ഉള്ളത്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്, എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. പിന്നെ നടുക്കായിട്ടൊരു ബൊഗെയിൻ വില്ല ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി അകത്തോട്ട് പോവാം. അപ്പൊ ഇതാണ് ഞങ്ങളുടെ റൂം ടൂർ. എങ്ങനെയുണ്ട് റൂം ടൂർ? ഇഷ്ടപ്പെട്ടോ? പിന്നെ തത്തച്ചിയുടെ റൂം അവിടെയാണ്. ബാക്കിയുള്ള അവരുടെ മണിച്ചിട്ടയുടെ കൊച്ചച്ഛൻ്റെ ഒക്കെ അങ്ങോട്ട് പോകണം, അങ്ങോട്ട് തന്നെ പോകണ്ടേ. പിന്നെ ഞങ്ങളുടെ ബാത്റൂമിൽ ഒരു ടബൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. നമ്മളിപ്പോ പട്ടായ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി പുറത്തിറങ്ങിയേക്കുവാണ്. രാത്രി ആയിട്ട് നല്ല രസമുണ്ട്, എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല വൈബാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്ട്രീറ്റിൽ കൂടെ എല്ലാം നടന്നു. അടിപൊളി വൈബ്, ഫുൾ പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ വന്നിരിക്കുവാണ്. ഹോട്ടൽ ഹൈദരാബാദി റെസ്റ്റോറൻറ്റ് പട്ടായയിലാണ് നമ്മൾ കഴിക്കാൻ വന്നിരിക്കുന്നത്. സിസ്റ്റമാണ് കേട്ടോ, ഇത് ഞങ്ങളിവിടെ എല്ലാം എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇത് പട്ടായയിലെ ഒരു മാളാണ്, നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണിത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഒരുപാട് പോർക്കും പിന്നെ ലാമ്പും ഒക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുവാണ്. സ്ക്വിഡ് ഒക്കെ പച്ച പോലെ വെച്ചിരിക്കുവാണ്. ഫിഷ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. സ്ക്വിഡ് ആണ് കൂടുതലുള്ളത്. പല ടൈപ്പിലുള്ള കക്കയും ഷെല്ലും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ലോബ്സ്റ്റർ ഒക്കെ വെള്ളത്തിൽ ഇട്ടേക്കുവാണ്. ഇതിന് ഇപ്പോഴും ജീവനുണ്ട് കേട്ടോ. നമ്മൾ പറയുമ്പോൾ തന്നെ അതിനെ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ട് അത് ഫ്രൈ ചെയ്ത് തരാം. ഇവിടെ എല്ലാത്തിനെയും അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. മീൻ, സാധാരണ മീൻ വരെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ ഇന്നത്തെ ഒരു അടിപൊളി നൈറ്റ് ലൈഫ് ആയിരുന്നു. ഇവിടെ പാട്ടും അതുപോലെ ഡാൻസും എല്ലാം ഉണ്ട്. അടിപൊളി വൈബാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മാർക്കറ്റ് വീഡിയോ